ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുമീസ് ടേസ്റ്റി കിച്ചൻ എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ചെയ്യുന്നത് ബേക്കിംഗ് സോഡ, ബേക്കിംഗ് പൗഡർ ഒന്നും ഇല്ലാതെ തന്നെ സിമ്പിളായിട്ടുള്ളൊരു രീതിയിലുള്ള ഒരു സ്പഞ്ച് കേക്ക് ഉണ്ടാക്കിയിട്ട് ഡെക്കറേറ്റ് ചെയ്തെടുത്തിട്ടുള്ളൊരു കേക്കാണ്. വളരെ വേഗത്തിൽ നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ. ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും തന്നെ വേണ്ട, സിമ്പിളായിട്ടുള്ളൊരു കേക്കാണ്. അപ്പോൾ ഇതെങ്ങനെ ചെയ്യുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഞാൻ ഇവിടെ ഒരു 6 മുട്ടയാണ് എടുത്തിട്ടുള്ളത്, റൂം ടെമ്പറേച്ചറിലുള്ളത്. ഇതിലേക്ക് നമുക്കൊരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർക്കുമ്പോൾ നല്ലപോലെ പതഞ്ഞ് വരും. നമുക്ക് വേണമെങ്കിൽ സെപ്പറേറ്റ് ചെയ്ത് വേണമെങ്കിൽ ബീറ്റ് ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ ഇങ്ങനെ തന്നെ ബീറ്റ് ചെയ്യാണ്. നല്ലപോലെ പതഞ്ഞ് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര കുറേശ്ശെയായിട്ട് ചേർത്തിട്ട് ബീറ്റ് ചെയ്തിട്ട് എടുക്കണം. എല്ലാം കൂടെ ഒറ്റയടിക്ക് ചേർക്കരുത്, കുറേശ്ശെ പഞ്ചസാര ചേർത്ത് വേണം ബീറ്റ് ചെയ്യാൻ. ഞാൻ പൊടിച്ചിട്ടൊന്നുമില്ല, പൊടിക്കാത്ത പഞ്ചസാര തന്നെയാണ് ഫുള്ള് ഇതിലേക്ക് ചേർത്തത്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വാനില എസൻസ് മാത്രമേ കയ്യിലുണ്ടെങ്കിൽ അത് മാത്രം ചേർത്താൽ മതി കേട്ടോ. ഞാനൊരു 2 തുള്ളി ബട്ടർ എസൻസ് ചേർക്കുന്നുണ്ട്. അതുപോലെ തന്നെ 2 തുള്ളി മിൽക്ക് എസൻസും ഞാൻ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഇത്രയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. നന്നായിട്ട് മിക്സ് ചെയ്യുമ്പോൾ ആ മുട്ടയുടെ മണം കംപ്ലീറ്റ് നമുക്ക് മാറി കിട്ടും. പിന്നെ ഇത് ഒരുപാട് ഓവറായിട്ട് ചേർക്കാൻ പാടില്ല. നല്ല ഫ്ലേവറാണ്, വാനില എസൻസിനേക്കാൾ ഫ്ലേവറാണ്. അപ്പോൾ ബട്ടർ എസൻസും മിൽക്ക് എസൻസും 2 ഡ്രോപ്സ് മാത്രം ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ഒരു 4-5 മിനിറ്റോളം ബീറ്റ് ചെയ്യണം കേട്ടോ, എന്നാലും നല്ല ക്രീമി ആയിട്ട് വരത്തോളൂ. ഈ മുട്ടയാണ് നമ്മളെ ശരിക്കും ഓയിലും ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയൊന്നും ഇല്ലാതെ നന്നായിട്ട് ബേക്ക് ചെയ്യാൻ സഹായിക്കുന്നത്. നമ്മൾ ഇതിലേക്ക് ഓയിലും ഒന്നും ചേർത്തിട്ടില്ല. ഇപ്പോൾ മുട്ടയും പഞ്ചസാരയും മാത്രമാണ് ബീറ്റ് ചെയ്തതിൽ നമ്മളിപ്പോൾ മൈദ ചേർക്കുന്നത്. വേറെ ഒന്നും തന്നെ നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നില്ല. ഈ മുട്ടയാണ് ശരിക്കും നമുക്ക് നല്ലപോലെ നമ്മുടെ കേക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് വരാൻ സഹായിക്കുന്നത്, പൊങ്ങി വരാനും സഹായിക്കുന്നത് ഈ മുട്ടയാണ്. അതുകൊണ്ട് നിങ്ങൾ മുട്ട എത്രത്തോളം നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തോ അത്രത്തോളം നന്നായിട്ട് വരും നമ്മുടെ കേക്ക്. പിന്നെ മൈദ ചേർത്ത് മിക്സ് ചെയ്യുമ്പോൾ ഞാനിപ്പോൾ ഇതിലേക്ക് ചേർത്ത മൈദ 1.25 കപ്പും അളവിൽ മൈദ ഞാൻ ഇതിൽ ചേർക്കുന്നുണ്ട്. 1 കിലോ കേക്കാണ് ചെയ്യുന്നത്. നമ്മൾ എല്ലാ വശത്തും നന്നായിട്ട് എത്തണതോ അടിയിന്നൊക്കെ ഇത് ഇതുപോലെ എടുത്തിട്ട് മിക്സ് ചെയ്യണം കേട്ടോ. ചിലപ്പോൾ കട്ട പോലെ മിക്സ് ആവാതെ അടിയിലൊക്കെ കാണും. അതുപോലെ ഒരുപാട് ഓവർ മിക്സിങ് ചെയ്യാതെ മെല്ലെ വേണം ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്യാൻ. ഒരുപാട് മൈദ എല്ലാം കൂടെ ഒറ്റയടിക്ക് ചേർക്കാതെ കുറേശ്ശെ ചേർത്ത് ഇതുപോലെ ഫോൾഡ് ചെയ്താൽ നമുക്ക് നന്നായിട്ട് തന്നെ ഇത് മിക്സ് ചെയ്തെടുക്കാൻ പറ്റും. ഇതിപ്പോൾ കേക്ക് നല്ല പോലെ നമ്മുടെ കേക്കിൻ്റെ മിക്സ് റെഡി ആയിട്ടുണ്ട്. ഇനി 8 ഇഞ്ചിൻ്റെ ഒരു ഗ്രീസ് ചെയ്ത ബേക്കിംഗ് ടിന്നിലേക്ക് നമ്മുടെ ഈ കേക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഒരു 1/4 ഭാഗത്തിലധികം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കാരണം ഇത് ഓവറായിട്ട് പൊങ്ങി വരില്ല. ഇത് ഓൾറെഡി നമ്മൾ ബീറ്റ് ചെയ്ത് എടുത്തപ്പോൾ തന്നെ സോഫ്റ്റും ആയിട്ടുള്ള ഒരു കേക്കാണ് ഇങ്ങനെ ഇരിക്കുന്നത്. അതുകൊണ്ട് ഓവറായിട്ട് പൊങ്ങി വരില്ല. അതുകൊണ്ട് നമുക്കിതിൽ ഈ ഒരു ഇത്രയും ഒഴിക്കുന്നത് കൊണ്ട് ഒരു പ്രശ്നവും ഇല്ല. ഇത് ഇങ്ങനെ തന്നെ ഇരുന്നേ ബേക്ക് ആവുള്ളൂ. ഇതിൽ കൂടുതൽ ഇത് പൊങ്ങത്തില്ല. അപ്പോൾ ഇനി ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ സാധാരണ പ്രീ ഹീറ്റ് ചെയ്യുന്ന പോലെ സോസ് പാന് ഒന്ന് പ്രീ ഹീറ്റ് ചെയ്തിട്ട് നമുക്ക് കേക്കിൻ്റെ ബാറ്റർ ഇതിലേക്ക് ഇറക്കി വെക്കാം. ഇനി അടച്ച് വെച്ചിട്ട് ഒരു 40 മിനിറ്റോളം ബേക്ക് ചെയ്യാം. ഓവനിലാണെങ്കിൽ ഒരു 165 ഡിഗ്രിയിൽ ഒരു 40-45 മിനിറ്റ്. ഇനി നമുക്ക് ഒരു 2 കപ്പ് വിപ്പിംഗ് ക്രീം, നല്ല തണുപ്പുള്ള വിപ്പിംഗ് ക്രീമാണ് ഞാൻ ബീറ്റ് ചെയ്യുന്നത്. ലോ സ്പീഡിൽ 1 മിനിറ്റ് ബീറ്റ് ചെയ്യുക. 1 മിനിറ്റ് കഴിയുമ്പം നമുക്ക് സ്പീഡ് കൂട്ടി കൊടുക്കാം. ഇതിലേക്ക് ഞാനൊരു 1/4 കപ്പ് ഐസിങ് ഷുഗർ കൂടി ചേർത്തിട്ടുണ്ട്. എന്നിട്ടൊരു 5 മിനിറ്റോളം ബീറ്റ് ചെയ്തപ്പോൾ ഇതുപോലെ നല്ല ക്രീമി ആയിട്ട് വന്ന് നമ്മുടെ വിസ്കിലും അതുപോലെ ബൗളിലും ഒന്നും നനവ് കാണരുത് കേട്ടോ. അതുപോലെ തന്നെ ക്രീം നല്ല തണുപ്പുണ്ടെങ്കിൽ നമ്മുടെ വിപ്പിംഗ് ക്രീം നന്നായിട്ട് തന്നെ വരും. അപ്പോൾ അതേ നമ്മുടെ കേക്ക് ഇവിടെ ബേക്ക് ആയിട്ടുണ്ട്. ഇനി ഇത് കംപ്ലീറ്റ് ചൂടാറുന്ന സമയത്ത് നമുക്കിതൊരു 3 ലെയറായിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കാം. എന്നിട്ട് നമ്മളെപ്പോഴും ചെയ്യുന്ന പോലെ 3 ലെയർ കേക്കും വെച്ചിട്ട് എല്ലാ ലെയറിലും ഈ ഷുഗർ സിറപ്പ് ഒഴിച്ചിരിക്കണം. ഷുഗർ സിറപ്പ് 1/2 കപ്പ് പഞ്ചസാരയ്ക്ക് 1 കപ്പ് വെള്ളം വെച്ച് തിളപ്പിക്കുക. എന്നിട്ട് തിളച്ച ഉടനെ തീ ഓഫ് ചെയ്താൽ ഷുഗർ സിറപ്പായി. അതൊന്ന് തണുപ്പിച്ചെടുത്തതാണ് ഞാൻ. എന്നിട്ട് നമുക്ക് 3 ലെയറും വെച്ചിട്ട് ഇതുപോലെ വിപ്പിംഗ് ക്രീം ചുറ്റിച്ച് കൊടുക്കാം. വിപ്പിംഗ് ക്രീം വെച്ചിട്ട് ഫുള്ളും നമുക്കൊന്ന് കവർ ചെയ്തിട്ട് എടുക്കാം.
നമ്മുടെ കേക്ക് ഫുള്ള് വിപ്പിംഗ് ക്രീം വെച്ചിട്ട് കവർ ചെയ്തെടുത്തതിന് ശേഷം ഞാൻ നമ്മുടെ വൈറ്റ് ചോക്ലേറ്റ് ഉണ്ടല്ലോ അതൊന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തു. നമ്മുടെ ഗ്രേറ്റർ ഇല്ലേ, ആ ഗ്രേറ്റർ വെച്ചിട്ട് ഗ്രേറ്റ് ചെയ്തെടുത്ത വൈറ്റ് ചോക്ലേറ്റ് ആണ്. എന്നിട്ട് ഞാൻ ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തിട്ട് നേരെ ഫ്രിഡ്ജിൽ വെച്ചു കേട്ടോ. എന്നിട്ട് ഇപ്പോഴാണ് എടുക്കുന്നത്. ഇതൊക്കെ അങ്ങ് നേരത്തെ ചെയ്ത് വെക്കുക, സമയത്ത് ചെയ്യാൻ നിൽക്കരുത്. കാരണം നമ്മൾ ഗ്രേറ്റ് ചെയ്യുന്ന സമയത്ത് വൈറ്റ് ചോക്ലേറ്റ് നമ്മളെ കയ്യിൽ ലാസ്റ്റ് ആകുമ്പോൾ ഒട്ടിപ്പിടിക്കും. അപ്പോൾ അത് ഫ്രിഡ്ജിൽ വെച്ചാലേ ഇതുപോലെ നന്നായിട്ട് നമുക്കിത് വെച്ച് കൊടുക്കാൻ പറ്റത്തുള്ളൂ. ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുക്കുക കേട്ടോ. അപ്പോൾ ഇതൊക്കെ അങ്ങോട്ട് നേരത്തെ ചെയ്തിട്ട് വെക്കുക. അപ്പോൾ ഫുള്ളായിട്ട് നമ്മൾ ചോക്ലേറ്റ് ഇതൊന്ന് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ടോപ്പിലായിട്ട് ഞാൻ ഇതിൻ്റെ സെൻറ്ററിലായിട്ട് ഒരു സംഭവം വെക്കുന്നുണ്ട്. ഒരു ബൗൾ വെച്ചാലും മതിയാവും കേട്ടോ. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ ടോപ്പിലും ഇതുപോലെ തന്നെ നമുക്ക് ചോക്ലേറ്റ് ഇട്ട് കൊടുക്കാം. പിന്നെ ഞാൻ നെയിം എഴുതാൻ വേണ്ടിയിട്ട് ഗ്ലേസ് ഉണ്ടല്ലോ, കേക്ക് ഗ്ലേസിനകത്തേക്ക് ഓറഞ്ച് കളറ് ചേർത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഞാനൊരു പൈപ്പിംഗ് ബാഗിലാക്കിയിട്ട് അതിലൊരു ചെറിയ ഹോൾ ഇട്ട് കൊടുത്തു. എന്നിട്ടാണ് ഞാൻ ഇതുപോലെ പേരെഴുതുന്നത്. പേരെഴുതുന്നത് എനിക്ക് അത്രയ്ക്ക് ബാലൻസ് ആയിട്ടില്ല കേട്ടോ. നമ്മൾ ചെയ്ത് ശീലമാവണം, അപ്പോഴാണ് നന്നായിട്ട് വരിക. ഒരുപാട് എക്സ്പീരിയൻസ് വരുമ്പം നല്ലതായിട്ട് വരും. ഇപ്പോൾ എനിക്ക് അത്ര പെർഫെക്ഷൻ അല്ല, എന്നാലും ഞാനൊരു വിധമൊക്കെ ഒപ്പിച്ചെടുക്കും കേട്ടോ. പിന്നെ ഞാൻ സ്റ്റാർ നോസിലെടുത്തിട്ട് വിപ്പിംഗ് ക്രീം അതിലോട്ട് ആക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് വെച്ചിട്ട് ഈ സൈഡിൽ ഫുള്ളും ഇതുപോലെ ഒരു ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ചെറീസ് കൂടി വെച്ചിട്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. സിമ്പിളായിട്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു കേക്കാണ്. ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്യുക. പിന്നെ ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് വേഗം തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ മറക്കാതെ ഒന്ന് ക്ലിക്ക് ചെയ്ത് വെച്ചാൽ ഞാൻ ഇതുപോലെ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻ കിട്ടും. എന്തായാലും നമുക്ക് പുതിയൊരു റെസിപ്പി വീഡിയോയുമായിട്ട് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും ബൈ, ടേക്ക് കെയർ.